ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം അമേരിക്കയാണെങ്കിൽ ലോകത്തിന് ഏറ്റവും വലിയ ഊർജ്ജ ശേഖരം നിലനിൽക്കുന്നത് റഷ്യ എന്ന രാജ്യത്താണ്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനവധി പതിറ്റാണ്ടുകളുടെ എണ്ണ ശേഖരവും 1 നൂറ്റാണ്ട് നിലനിൽക്കാൻ ആവശ്യമായ പ്രകൃതിവാതകവും 500 വർഷത്തേക്ക് ആവശ്യമായ കൽക്കരിയും റഷ്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധമായ നിർണായകമായ റിപ്പോർട്ട് തെളിവുകൾ സഹിതമാണ് റഷ്യൻ ഭരണകൂടം നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നു. ഊർജ്ജ മേഖലയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ കാഴ്ചപ്പാടും അതുപോലെ ആഗോള വെല്ലുവിളികളോടുള്ള പ്രതികരണവും വിശദീകരിക്കുന്ന റഷ്യയുടെ ഊർജ്ജ തന്ത്രം 2050 എന്ന രേഖ പ്രധാനമന്ത്രി മിഖായിൽ മിഷുസ്റ്റിൻ അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ശേഖരം കൈവശമുള്ള രാജ്യം എന്ന നിലയിൽ നോക്കിയാൽ ആഗോള വിപണികളിലേക്ക് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ വിതരണം ചെയ്യാനും അത് നിലനിർത്താനും ഒരു പ്രധാന ഉൽപ്പാദകൻ എന്ന നിലയിൽ റഷ്യയ്ക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്ത് 31 ബില്യൺ ടണ്ണിലധികം എണ്ണശേഖരമുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിലവിലെ നിരക്കിൽ 65 വർഷത്തിലധികം കാലത്തേക്കുള്ള ഉൽപ്പാദനത്തിന് വളരെയധികം പര്യാപ്തമായ കാര്യം കൂടിയാണ്. എണ്ണശേഖരത്തിൽ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തും ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്തുമാണ് റഷ്യ എന്ന രാജ്യം നിലനിൽക്കുന്നത്. മാത്രമല്ല ലോക വിതരണത്തിന്റെ 10% വഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രതിവർഷം 540 ദശലക്ഷം ടണ്ണിൽ കുറയാത്ത എണ്ണ ഉൽപ്പാദനം നിലനിർത്തുന്നതിനും അതുപോലെ ആഗോള ഡിമാൻഡിലെ മാറ്റങ്ങൾക്കനുസൃതമായി സ്പെയർശേഷി വർദ്ധിപ്പിക്കുന്നതിനും റഷ്യക്ക് ഇനിയും ഉപയോഗിക്കാത്ത ഗണ്യമായ വിഭവങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ 63.4 ട്രില്യൺ ക്യൂബിക് മീറ്റർ കരുതൽ ശേഖരവുമായി റഷ്യ ലോകത്ത് 1-ാം സ്ഥാനത്താണിപ്പോൾ. ആഗോള ഉൽപ്പാദനത്തിന്റെ 16% സംഭാവന ചെയ്യുന്ന 2ാമത്തെ വലിയ ഉൽപ്പാദകരുമാണ് റഷ്യ എന്ന രാജ്യം. നിലവിൽ കരുതൽ ശേഖരം 100 വർഷത്തെ ഉൽപ്പാദനം ഉൾക്കൊള്ളുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്തെ കൽക്കരി സ്രോതസ്സുകൾ 272.7 ബില്യൺ ടണ്ണാണെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. ഇത് 500 വർഷത്തിലധികം നിലനിൽക്കാൻ കൂടുതൽ പര്യാപ്തവുമാണ്. ആഗോള കൽക്കരി ശേഖരത്തിൽ റഷ്യ 5-ാം സ്ഥാനത്തും ഉൽപ്പാദനത്തിൽ 6-ാം സ്ഥാനത്തുമാണ് നിലവിലുള്ളത്. രാജ്യത്തിന്റെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിരമായ പ്രവർത്തനം ഉറപ്പാക്കുന്നത് പ്രധാനമായിട്ടും കരുതൽ ശേഖരമാണ്. ലിഥിയം, നിക്കൽ, അപൂർവ ഭൂമി, അലൂമിനിയം, മറ്റ് ലോഹങ്ങൾ എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നത് റഷ്യയുടെ ധാതുവിഭവ അടിത്തറയുടെ കാര്യക്ഷമമായ വികസനത്തിന് പുതിയ അവസരങ്ങൾ തുറക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വേഗത്തിലാക്കാനും എണ്ണ, വാതകം, സംസ്കരിച്ച ഉൽപ്പന്ന കയറ്റുമതി എന്നിവയെ പുതിയ വിപണികളിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള നടപടികൾ ഊർജ്ജ തന്ത്രത്തിൽ വിശദീകരിച്ചു. 2050 ആകുമ്പോഴേക്കും പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ആഗോള മാറ്റം വേഗത്തിലാക്കുമെന്നതുൾപ്പെടെയുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ അപകട സാധ്യത കുറവാണെന്നും അതിന് കാരണം ഊർജ്ജ ഉപയോഗത്തിൽ 20% കുറവും ബദലുകളിൽ നിക്ഷേപം 3 ഇരട്ടിയും ആവശ്യമായി വരും എന്നതുള്ളതുകൊണ്ടും കൂടിയാണെന്ന് പറയാം. ഇത് ഉപഭോക്താക്കളുടെയും ലോക സമ്പദ് വ്യവസ്ഥയുടെ മേൽ കനത്ത ഭാരം ചുമത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2050 വരെയെങ്കിലും ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നട്ടെല്ലായ ഫോസിൽ ഇന്ധനങ്ങൾ തുടരുമെന്നാണ് റഷ്യ കൂടുതലും വിലയിരുത്തുന്നത്. ദ്രവീകൃത പ്രകൃതിവാതകം അതിന്റെ ലോജിസ്റ്റിക് കാരണം ആഗോള വ്യാപാരത്തിൽ കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഇത് ആഗോള വിപണിയിൽ മത്സരം കൂടുതൽ ശക്തമാക്കാനും കാരണമാകുമെന്ന് റഷ്യൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യുക്രൈനുമായുള്ള റഷ്യയുടെ ഏറ്റുമുട്ടലിലൂടെ യുക്രൈൻ ഊർജ്ജ ശേഖരം തകരുമ്പോൾ ഈ മേഖലയിൽ ലോകത്തെ നമ്പർ 1 രാജ്യമായി റഷ്യ ഉയരും. ഇത് റഷ്യക്ക് മാത്രമല്ല, നേരെ മറിച്ച് റഷ്യൻ ചേരിയിലുള്ള രാജ്യങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ രാജ്യങ്ങളും ആധുനിക ആയുധങ്ങളെ കൂലിപ്പട്ടാളങ്ങളെയും വൻതോതിൽ നൽകുന്നുണ്ട്. എന്നാൽ റഷ്യക്ക് നേരെ ഗൗരവപരമായ ഒരു ആക്രമണം നടത്താൻ പോലും ഇതുവരെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യ ഒരു ഭാഗത്തും അമേരിക്കൻ ചേരി മറുഭാഗത്തുമായി കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധം ഡൊണാൾഡ് ട്രംപ് അമേരിക്ക പ്രസിഡന്റായി ചുമതലയേൽക്കും വരെ തീവ്രമായ രൂപത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ട്രംപ് ഇടപെട്ട് റഷ്യയുമായി നടത്തിയ സന്ധി സംഭാഷണത്തെ തുടർന്ന് യുക്രൈനിലെ ഊർജ്ജ മേഖലയിലേക്കുള്ള ആക്രമണം റഷ്യ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ പിടിച്ചെടുത്ത ഒരു പ്രദേശം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ റഷ്യ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനെ കൊണ്ട് അനുകൂല തീരുമാനം എടുപ്പിക്കാൻ ഒരിക്കലും ലോകത്തെ മറ്റാര് തന്നെ വിചാരിച്ചാലും കഴിയില്ലെന്നാണ് ട്രംപും വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ച ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം മാത്രമല്ല ഊർജ്ജ ശേഖരം റഷ്യയിലാണെന്ന റിപ്പോർട്ടും റഷ്യൻ ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതും ഏറെ ശ്രദ്ധേയമാണ്.